ജീവിതവീതിയിൽ നമുക്ക് കൂട്ടായിത്തീരുന്ന സൗഹൃദങ്ങൾ. ഉയർച്ചയിലും തകർച്ചയിലും നമുക്ക് കൂട്ടായിത്തീരുന്ന സുഹൃത്ത് ബന്ധങ്ങൾക്ക് വേണ്ടി സുഹൃത്തുക്കളായി ഞങ്ങൾ സമർപ്പിക്കുന്നു. രതീഷേ, ആ ജെയിംസേ, വാ ഇരിക്ക്. നല്ല പോളിംഗ് ആണല്ലോ. കോള് വല്ലതും ഒത്താ? ഏയ്, അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. അല്ല, നീ ഒറ്റക്കാണോ? അവരൊക്കെ എവിടെ? ഓ, അവന്മാരുടെ കാര്യം പറയാതിരിക്കുന്ന ഭേദം. മാസം അവസാനല്ലേ, അവിടെ എവിടെയെങ്കിലും തിരിഞ്ഞു നടക്കണ്ടാവും. എന്താണ് മച്ചാനെ, ഇങ്ങനെ വിഷമിച്ചാലാ? ഞങ്ങൾക്കുല്ലേ വിഷമം. സമയം പോകും തോറും വല്ലാതൊരു ഭയം. നടക്കില്ലേ? എന്താടാ ഇത്, ചെറിയ കുട്ടികളെ പോലെ നമുക്കൊണ്ട് ദൈനംദിനം ഉണ്ടാവന പറ്റുന്നില്ലടാ. ആർക്കാലും വിഷമം ഉണ്ടാവും, എന്നാൽ നമുക്ക് തന്നെ ഈ ഗതി വന്നല്ലോ. ഒക്കെ ശരിയാവൂടാ. ജോബി, എൻ്റെ കൂട്ടുകാരൻ വിളിക്കുന്നു പറഞ്ഞിരുന്നു. വിളിച്ചോ? അവൻ വിളിക്കും. അവൻ എന്നൊന്നിലും കാണാൻ തുടങ്ങിയതല്ല. പയ്യന്നൂർ കോളേജിന്റെ വരാന്തയിലൂടെ ഞാൻ ഐഷയോടൊപ്പം നടന്നു. ഹലോ, ഞാൻ അല്പം തിരക്കില്ല, തിരിച്ചു വിളിക്കാം. ഓക്കെ. പിന്നെ ഇനി അവളെ വിളിക്കാത്തതിന്റെ കുറവും കൂടെ ഉള്ളൂ. പഴയ ലൈനൊന്നും ഇതുവരെ വിട്ടിട്ടില്ലല്ലേ? ഏയ്, അതൊക്കെ പണ്ടേ വിട്ടടാ. അല്ല, നീ ഒന്നും കഴിക്കുന്നില്ലേ? ഞാൻ ഓർഡർ ചെയ്യാം. വേണ്ടടാ, ഞാൻ പറഞ്ഞോളാം.
ഒരു ഫ്രൈഡ് റൈസ്, ഒരു ചിക്കൻ ഫ്രൈ. പെട്ടെന്നാവൂലേ? ഓക്കെ സാർ. സാർ എനിത്തിങ് എൽസ്? നോ ഇറ്റ്സ് ഓക്കെ. അല്ല, നീ മതിയാക്കിയോ? ഓ പണ്ടത്തെ പോലെ ഇപ്പൊ പുള്ളിങ് ഒന്നുമില്ല ജെയിംസേ. ഇപ്പൊ ഇങ്ങനെ, ഇപ്പൊ പണ്ട് എന്തായിരുന്നിരിക്കും. പുള്ളിങ്ങിന്റെ കാര്യം വെറുതെ പറഞ്ഞു. ഇവനിത് മുഴുവൻ കഴിക്കോ? പിന്നെ അപ്പൊ ശരി, ഞാൻ കൈ കഴുകി വരാം. ടോണി. ആ എന്താ മച്ചാനെ? ഓക്കെ ഓക്കെ ഓക്കെ. എന്തായി ജോബിനെ? അവൻ്റെ ഇല്ല, 2 ദിവസം കഴിഞ്ഞ് തരാം. അതുപോലെ എന്തൊക്കെയായിരുന്നു അവൻ്റെ ഒരു ടോണിക്കുട്ടൻ. ആനയാണ്, കുതിരയാണ്. എന്നിട്ടിപ്പോൾ എന്തായി? ഇനിയും ഉണ്ടോടെ ഇതുപോലെ ആരെങ്കിലും? ഇനിയിപ്പോൾ എല്ലാം കൂടെ എൻ്റെ തലേ കയറിക്കോ? നീ എന്നെയല്ല ഏറ്റെടുത്ത് വന്നിരിക്കും. എന്നിട്ട് അവൻ്റെ ഒലക്കല്ല ഡയലോഗ് എന്താണ് പറയുന്നത് കേട്ടില്ലേ? വിട്ടുകളാ ജോബിനെ, അവന്റെ വിഷമം കൊണ്ടല്ലേ. അല്ല ജെയിംസേ, കൂട്ടുകാരെ എവിടെ പോയിന്നാ പറഞ്ഞേ? എവിടെ പോവാൻ? അവരെ ഹാർബറിന്റെ പരിസരത്ത് എവിടെയെങ്കിലും ഉണ്ടാവും. എനിക്കില്ല വിഷമം. നീ ആ മുഖത്തോട്ടൊന്ന് നോക്കിയേ. വീക്കെൻഡിൽ വെള്ളമടിക്കാൻ പറ്റാത്തതിന്റെ അവസ്ഥ. ഞാനാണെ പന്നി തള്ളി വെള്ളത്തിലിട്ടാനെ. വീക്കെൻഡ് അല്ലേ, സ്മോളടി പ്ലാൻ ചെയ്യുമായിരിക്കും. അവന്മാർക്ക് ഇപ്പോഴും ഒരു മാറ്റമില്ല അല്ലേ? എന്ത് മാറ്റം? ലൈഫിൽ ഒരു പ്ലാനുള്ളത്ത ടീമാണ്. ശമ്പളം കിട്ടിയ ഫസ്റ്റ് വീക്കെൻഡ് തന്നെ കംപ്ലീറ്റ് പൈസ അടിച്ചു തീർക്കും. പിന്നെ ചെലവിനുള്ള പൈസ ഞാൻ കൈന്നിട്ട് കൊടുക്കണം. എന്തായാലും ബാച്ചിലർ ലൈഫ് അല്ലേ? നീ എൻ്റെ കാര്യം നോക്ക്. എനിക്കെൻ്റെ ചെലവിൻ്റെ കാര്യത്തിൽ വ്യക്തമായ കണക്കൂട്ടലുണ്ട്. എനിക്കിന്നുവരെ ആരോടും 10ന്റെ പൈസ കടം വാങ്ങിക്കേണ്ടി വന്നിട്ടില്ല. പക്ഷെ അവരങ്ങനെയല്ല, മാസാവസാനം ആകുമ്പോഴേക്കും എൻ്റെ അടുത്ത് വന്നാ ചോദിക്കാറ്, ഇതിൻ്റെ വല്ല ആവശ്യമുണ്ടോ? എല്ലാം ശരിയാവൂടോ. എന്താടാ ഇത്? നമ്മൾ തമ്മിൽ അടിച്ചിട്ട് എന്താ കാര്യം? വേറെ വല്ല വഴിയുണ്ടോ നോക്കാം. എന്ത് വഴി? എല്ലാം നശിപ്പിച്ചില്ല അവൻ്റെ ഒലക്കയിലെ ചങ്ങാതി. തീയാക്കട. എന്നാലും ഒരു പൈന്റ് മേടിക്കേണ്ട പൈസ കൂടി ആ ചേട്ട തന്നില്ലല്ലോ. വേണ്ടടാ, ഞാൻ കൊടുത്തോളാം. ജെയിംസ് വേണ്ട, ഞാൻ കൊടുക്കാം. നീ വിട്ടോ, ഞാൻ കൊടുത്തോളാം. ഓക്കെ. നമുക്ക് ആ ടോണി ഒന്നുകൂടെ വിളിച്ചാലോ? കിട്ടേണ്ടത് കിട്ടിയപ്പോൾ അവന് സമാധാനമായി. ജെയിംസ്, അപ്പോ ഞാൻ കുറച്ച് തിരക്കിലാണേ. ഓക്കെ, പിന്നെ കാണാം. ശരി എന്നാല്. ഓക്കെ, പിന്നെ കാണാം. സാർ വേറെ എന്തെങ്കിലും? മതി മതി, ബില്ലെടുത്തു. ഓക്കെ സാർ.
എന്നാലും അവൻ എന്നെ ഇത്രയ്ക്കങ്ങ് തെറി വിളിക്കണ്ടായിരുന്നു. ഓ, ഇനി ഇതിപ്പോ എന്തിനാ? ഇതെവിടെന്ന്? ജെയിംസിന്റെ പേഴ്സ് മാറിപ്പോയതാ. സത്യം തന്നെയാണോടാ? സത്യമായിട്ടും. ജീവിതത്താരയിൽ നാം കൂട്ടുകൂടും മുഖങ്ങളെ ഓർത്തു ഞാൻ ഇന്നും ചിരിക്കുന്നു. നിങ്ങൾ വേഗം തിരിഞ്ഞു വേക്കോട്ട് പോ രതീശാലെ. വേക്കോട്ട് നേരെ പോട് മുമ്പോട്ട് പോയിരുന്നു.